ഹലോ, എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ പുതിയ പൂച്ചക്കുഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പൂസി, എന്താടാ നീ അങ്ങോട്ട് പോകുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ഇനി കുഞ്ഞു പൂച്ചയോട് ചോദിച്ചു നോക്കാം. പറ, എന്താണ്? എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ ആദ്യം വലിയ പൂച്ച ഓടിച്ചു വിട്ടു. പിന്നെ അതെനിക്ക് ഒരു അമ്മയെ പോലെ സ്നേഹം തന്നു. എല്ലാം എനിക്ക് വാരി തന്നു. ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ആണോ? ഓക്കെ. ഇനി പൂസിയോട് ചോദിച്ച് നോക്കാം. ഇപ്പൊ അവൻ പറഞ്ഞതൊക്കെ ശരിയാ കേട്ടോ. പിന്നെ എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള ശരിയാ. ഇപ്പൊ എന്നെ സോപ്പിട്ട് മയക്കി ഈ കുഞ്ഞു ചെറുക്കൻ. എന്തായാലും ഇപ്പൊ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. ഞാൻ അനിയത്തിയായിട്ട് കരുതുന്നു ഇവിടെ. അല്ല, ഇവളൊരു പെമ്പൂച്ച കുഞ്ഞാ. അതുകൊണ്ട് ഞാൻ ഇവളെ എൻ്റെ അനിയത്തിയായിട്ട് കരുതുന്നു. കല്ലു സെയിമാ. കല്ലു എൻ്റെ അനിയത്തി തന്നെയാ. അവളും ഇപ്പോൾ അനിയത്തിയായിട്ട് ഈ കുഞ്ഞിനെ കാണുന്നത്. കണ്ടോ, കോഴിയായിട്ട് ഇപ്പോൾ ഒരു പേടിയുമില്ല. അവന് ധൈര്യം വന്നു തുടങ്ങി. പൂസി, എന്താടാ നീ നോക്കുന്നേ? അതൊന്നുമില്ല. കല്ലു നീ ഉണ്ടായിരുന്നു ഇവിടെ? നിന്നെ ആരും ശ്രദ്ധിച്ചില്ലല്ലോ ആദ്യം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇവളെ ഇപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തെന്ന് വെച്ചാൽ എപ്പോഴും നാളെ പൂസിച്ചായൻ്റെ അടുത്ത് കിടന്ന് ചുറ്റിക്കറങ്ങുന്നു ഈ കുഞ്ഞു പെണ്ണ്. എനിക്കതുകൊണ്ട് കോംപ്ലക്സ് അടിക്കുന്നു. ഇവളോട് ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ കുഞ്ഞു പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക. കുഞ്ഞു പൂച്ചക്കുഞ്ഞ്, എങ്ങോട്ടാടാ കുഞ്ഞ്? എനിക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ എല്ലായിടത്തും പോവും. എന്നെ ഒരിടത്ത് ആരോ കൊണ്ട് കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല. എല്ലാം 2 പൂച്ച സഹോദരന്മാർ, പിന്നെ കോഴികൾ, പോത്ത്, പട്ടിക്കുഞ്ഞുങ്ങൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. കല്ലു, നീ എന്താണ് അവിടെ ഇരിക്കാതെ അങ്ങോട്ട് പോയി നോക്ക്. നീ എന്താണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്? എന്തായാലും സണ്ണ നോക്കാൻ പോയി. സാധാരണ ഞാൻ പറഞ്ഞൊന്നും കേൾക്കൂല. നോക്ക്. എന്താടാ ശ്രദ്ധിച്ച് നോക്കണം. അവനെ ഭീഷണിപ്പെടുത്തുവാടാ. ഭീഷണിപ്പെടുത്താൻ അവൻ്റെ പൂസി. പൂസി, നീ എങ്ങോട്ടാണ് പോണേ? അവന്മാർ ഭീഷണി. നിനക്ക് ബിസ്ക്കറ്റ് കഴിക്കാനാണോ ഇപ്പം നേരെ? അത് കുഞ്ഞിനിട്ട് കൊടുക്കും. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കുക. കുഞ്ഞിനെയും നോക്കുക, എവനെയും നോക്കുക. ഞാൻ എടുത്തു. കണ്ടോ, കല്ലു പേടിപ്പിച്ച് ദുഷ്ടത്തി. പൂസി എവിടെയാടാ നീ? അവൻ കഴിച്ചു തീർന്നില്ല ഇത്രയും നേരമായിട്ട്. കള്ളപ്പൂസി ചേർക്ക്. എന്താ അഹങ്കാരം കാണുമോ അവന്? എന്തോടാ ചെന്നവൻ. ഇനി പൂസിയുടെ ടേണാണ്. പൂസി ഇത് അമേരിക്ക ഒന്നും അല്ലടാ. ഇത് വൃത്തിയേട് കാണിക്കാതെ എന്നെ അങ്ങോട്ടും മാറിയിരിക്കണേ. ചുമ്മാ അല്ല കല്ലു പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവള് പോയി ഇപ്പോലെ. നീ നോക്കുകയൊന്നും വേണ്ട. രണ്ടുപേരും ഒരേ സ്റ്റൈലില്ലടാ. സത്യം പറയണം, നിന്റെ മോളൊന്നും അല്ലല്ലേ? ഞാൻ അത്രക്കാരനൊന്നും അല്ല. ഞാൻ വലിയ ഡീസന്റ് മാന്യനാ. ആണോ? ആണല്ലേ? എന്നാൽ അവന് ബിസ്ക്കറ്റെങ്കിലും പൊടിച്ചു പറഞ്ഞു. അവന് വലിയ പീസ് കഴിക്കാൻ പറ്റത്തില്ല. അതാണ്ട് അവൾ ഓടി വരുന്നു, കുഞ്ഞു വാവ. കണ്ടില്ലേ? നിന്റെ അനിയത്തിയായിട്ട് കരുതി അവന് ബിസ്ക്കറ്റെങ്കിലും വായിൽ വെച്ച് കൊടുത്തു. ഓക്കെ. പൊടിച്ചു വെച്ചിട്ടുണ്ട്. അവൾ വന്ന് കഴിച്ചു കൊടുത്തു. എന്തൊക്കെയുണ്ട് പൂജ? എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സഹോദരിയായിട്ട് ഞാൻ അംഗീകരിച്ചെന്ന് എല്ലാം ഫാൻസിനോടും ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട കല്ലുവിനോടും ഞാൻ പറയുന്നു. എല്ലാം ഗായ്സ്, എന്തായാലും എനിക്കിവനെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസപ്പ് വഴി സെൻഡ് ചെയ്യുക, കമൻറ്റ് വഴി. ഇനി നമുക്ക് ആ കുഞ്ഞിനോട് ചോദിച്ചു നോക്കാം.
എന്നെ ഇഷ്ടപ്പെട്ടോന്നും പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടോന്നും പിന്നെ കല്ലുവിനെ ഇഷ്ടപ്പെട്ടോന്നും. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ പുതിയ അതിഥിയാണ്. എനിക്ക് കല്ലുവിനെ ഇഷ്ടമായി, പൂസിയെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാണോ? നിങ്ങളെയും ഇഷ്ടമായി, ആദിയും ഇഷ്ടമായി. ഞങ്ങളിപ്പോ ഒരുമിച്ചാണ് നടക്കാറ്. ഞങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. കണ്ടോ, എന്റെ കൂടെ വന്നിരുന്ന് കഴിക്കുന്നത് കണ്ടോ? അത് എനിക്കും കൂടെ കഴിക്കാൻ തരും. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താ എന്നെ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് എന്താ ഇത്ര മടി കമന്റ് ചെയ്യാൻ? ഞാൻ ഇനി ദേഷ്യപ്പെട്ട് സംസാരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ എല്ലാവരും പേര് സജസ്റ്റ് ചെയ്യണമേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പേര് പറഞ്ഞാലും ഞാൻ അതിന് വിളി കേൾക്കും. ഏറ്റവും കൂടുതൽ ഒരു പേര് തന്നെ റിപ്പീറ്റ് വന്നാൽ ആ പേരായിരിക്കും എന്റെ പേര്. അപ്പോൾ കുട്ടിക്കുഞ്ഞ് പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളെല്ലാവരും ആ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ പറയണേ. മെയിനായിട്ട് ഈ കുഞ്ഞു പൂച്ചയുടെ പേരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ല ഉപകാരമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവരെ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ കോഴിയെ ഇഷ്ടപ്പെട്ടോ? ഈ പൂസയ്ക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടാ പൂസി? എനിക്കൊരു പാട്ട് പാടാനുണ്ട്, എന്നാ പാടിക്കോ. പുതിയ അതിഥി വന്നു, പുതിയ കുഞ്ഞു പൂച്ച വന്നു, എനിക്ക് കുഞ്ഞ് അതിഥിയെ കിട്ടി അനിയത്തി. മതിയടാ. എന്നിട്ട് പാട്ട് ശരിയാവൂലടാ. എന്നാ ഓക്കെ, ശരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോസ്.